ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള രണ്ടാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. എയ്രീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കും. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് എന്നിവയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ. ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. 2 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ 71 വള്ളങ്ങളാണ് തുഴയെറിയുന്നത്. 72ാമത് നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും വഞ്ചിപ്പാട്ടും മാർപ്പുവിളികളും മാത്രം. കായലോരത്തെ വൃക്ഷങ്ങളുടെയും തെങ്ങുകളുടെയും മുകളിൽ വരെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കരക്കാരല്ല വള്ളമിറക്കുന്നത്, പകരം ബോട്ട് ക്ലബ്ബുകളാണ്. തൊഴിച്ചിൽക്കാരായി ഇതര സംസ്ഥാനക്കാരും വിദ്യാർത്ഥികളും ഉണ്ട്. മത്സരത്തിൽ ആദ്യം എത്തിയിട്ട് കാര്യമില്ല, പകരം ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയികളാവുന്നത്. ഗാലറിയിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ് നേരത്തെ തീർന്നു കഴിഞ്ഞു. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഓണാഘോഷ നിറവിൽ മലയാളക്കര. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും വാഹന പരിശോധനയും അതിർത്തി പെട്രോളിംഗും ശക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 33.92 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണ സാലറി അഡ്വാൻസ് നൽകുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സ്ഥിരം ജീവനക്കാർക്ക് 3,000 രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപയും ഉത്സവ ഭത്തയും അനുവദിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപയാണ് ഓണം അലവൻസ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2ാം വിളയിലെ നെൽവില നൽകാൻ ആരംഭിച്ചു. നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചതോടെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിരുന്നു. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലങ്കൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും പരിസരവും ദീപാലങ്കാരവും കാണുന്നതിന് അവസരമുണ്ടാകും. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർക്കായുള്ള തിരുവോണ സദ്യ ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോർഡ് അറിയിച്ചു. സദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മഹാബലിപുരത്ത് നടന്ന സദേൺ സോണൽ കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ വികസന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നിർമ്മാണ സമയം നീട്ടാനാകില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. ലോക് ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക് ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിവിധ കാലങ്ങളിലായി ലോക് ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ലധികം പുസ്തകങ്ങളാണ് ലോക് ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ലധികം മലയാള പുസ്തകങ്ങളും 6,000-ഓളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക് ഭവനിലെ ഗ്രന്ഥശാല. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റു വായനക്കാർക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിന്റെ ചരിത്രം, സാഹിത്യം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും വിവരങ്ങളും ലഭ്യമാകുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി തുഞ്ചൻ സ്മൃതിയെ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. KCL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. രണ്ടാം മത്സരത്തിൽ വൈകിട്ട് 6:45 ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. രാത്രി 7:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യാതിഥിയാകും. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്ത് 7 വയസ്സുകാരി P ലിദിക്ഷ യാത്രയായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ പ്രകാശ്, പൊൻ സിന്ധുജ ദമ്പതികളുടെ മകളാണ് ലിദിക്ഷ. തലച്ചോറിലെ ട്യൂമറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിദിക്ഷയ്ക്ക് രണ്ടാമത്തെ ശസ്ത്രക്രിയ ചെയ്യാനിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി K മുരളീധരൻ ആദരവും അനുശോചനവും അറിയിച്ചു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടക്കും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2ാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്.
KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഏരീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.